5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. എല്ലാ വർഷവും ജനുവരിയിൽ തുടങ്ങി ഫെബ്രുവരി ആകുമ്പോൾ അതിന്റെ മൂർധന്യത്തിലെത്തി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ വരെ, ഒരു മെയ് മാസം വരെ 10-ാം ഉദയം വരെ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിൽ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്. തെക്കത് മുതൽ കുലക്ഷേത്രം മുതൽ കുടുംബക്ഷേത്രം മുതൽ ഇഷ്ടദേവത ക്ഷേത്രം മുതൽ എല്ലായിടത്തും പൂജകളുടെയും ഉത്സവങ്ങളുടെയും നാടാണ്. ഉത്സവങ്ങൾ നടത്തുന്ന പലപ്പോഴും ഉത്സവ കമ്മിറ്റികളാണ്. ഇപ്പോൾ ഒരു പുതിയ ഒരു രീതി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഉത്സവ കമ്മിറ്റിയിൽ ആർക്കാണോ അപ്പർ ഹാൻഡ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു മുൻകൈ കിട്ടുന്നത് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരിടത്ത് പുഷ്പനെ കൊണ്ടുവരുന്നു, അപ്പൊ വേറെ സ്ഥലത്ത് ഗണഗീതം കൊണ്ടുവരുന്നു. ഗണഗീതം ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണെങ്കിൽ അതിനെ അമ്പലപ്പറമ്പിൽ കൊണ്ടുവന്ന ഒരു വിഭാഗത്തിനായിട്ട് മാത്രമായിട്ട് കേൾപ്പിച്ച് മറ്റൊരു വിഭാഗത്തിന്റെ എതിർപ്പ് വാങ്ങേണ്ട കാര്യമില്ല. ഗണഗീതം അമ്പലത്തിൽ പാടിയതുകൊണ്ട് ഉടനെ തന്നെ ഗണഗീതത്തിന്റെ ഗുണം അങ്ങോട്ട് വർദ്ധിക്കും. വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഗണഗീതം അത് ദേശീയ വേറെ തലത്തിൽ പാടുന്നു, വേറൊരു വിഭാഗം ആളുകൾ പാടുന്നു. ഭാരതത്തിന്റെ ദേശീയ ഗാനം പോലെ പല രൂപത്തിലൊക്കെ പാട്ടൊക്കെ വയ്ക്കുന്നതാണ്. അത് പിന്നെ അതിനകത്ത് ഗണപതിയെ സ്തുതിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭാരതത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭൂമിയെ സ്തുതിക്കുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകും. അതുപോലെ പുഷ്പന്റെ കാര്യം, ഒരു രക്തസാക്ഷിയെ കുറിച്ചുള്ളൊരു പാട്ട്, ഉടനെ അത് പാടണം, അതിന്റെ ഡാൻസ്. അമ്പലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിലും ദേവസ്വം ബോർഡ് പറയുന്ന അനുസരിച്ചാണെങ്കിലും, ഇപ്പൊ പ്രശാന്ത് CPM-ന്റെ നോമിനിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, എന്നാലും അദ്ദേഹം പറയുന്ന അനുസരിച്ചായാലും അമ്പലം തികച്ചും ഭക്തിയുള്ള കാര്യങ്ങൾക്ക് വിടുക. ഇത് തമാശ എന്താണെന്നറിയാവോ? ഇനി പകൽ സമയത്തൊക്കെ ഈ മൈക്ക് വെച്ചിരിക്കുന്ന മൈക്ക് ഓപ്പറേറ്റർ ചില പാട്ടുകൾ ഇടും. അമ്പലത്തിലാണ് ഇടുന്നതെന്ന്, പ്രണയഗാനങ്ങൾ, പഴയ നസീറിന്റെ പാട്ടുകൾ, ഇതൊക്കെയാണ് രാവിലെ. ചില അമ്പലങ്ങളിലൊക്കെ ഈ റോഡിലൊക്കെ മൈക്ക് വെച്ചേക്കും, സ്പീക്കർ വെച്ചേക്കും. 7 ദിവസം 8 ദിവസം 10 ദിവസമൊക്കെ ഉത്സവമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ 10 ദിവസവും സ്പീക്കർ വെച്ചേക്കും നാട്ടിലാകെ. ഇപ്പൊ പണ്ട് കോളാമ്പി ഇല്ലേ, ഇപ്പൊ പണ്ടാണെങ്കിൽ കോളാമ്പി വെക്കുമായിരുന്നു. ഇപ്പൊ വലിയ കോളാമ്പി വെക്കാറില്ല, വലിയ സ്പീക്കറാണ് വെക്കുന്നത്. വലിയ സ്പീക്കറൊക്കെ കെട്ടി വയ്ക്കും. ഇപ്പൊ ആറ്റുകാല ഉത്സവമൊക്കെ വരുമ്പോൾ, തിരുവനന്തപുരം ആറ്റുകാല ഉത്സവമൊക്കെ വരുമ്പോൾ വലിയ ബോക്സുകളാണ് ജംഗ്ഷനിലൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിലിടുന്ന പാട്ടുകളെല്ലാം ഒരു വല്ലാത്ത പാട്ടുകളാണ്. പ്രണയഗാനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മറ്റ് പൈങ്കളി പാട്ടുകൾ. ഇതിലൊന്നും ഒരു ഭക്തിയും ഇല്ല. അമ്പലങ്ങൾ ഭക്തിയുടെയും പിന്നെ അതുപോലെ സാധനയുടെയും ഒക്കെ പ്രദേശമാണ്, ഇടങ്ങളാണ്. അവിടെ ഈ വിവാദങ്ങളും തർക്കങ്ങളും അവിടെ കൊണ്ടുപോയതുകൊണ്ട് ഇത് വല്ല കാര്യമുണ്ടോ? അവിടെ ഒരു ഗണഗീതം പാടിയതുകൊണ്ട് ഗണഗീതത്തിന് അതിന്റെ മാറ്റ് കൂടുമോ? പുഷ്പനെ അറിയാവുന്ന ഒരു പാട്ട് കടക്കലിൽ പാടിയതുകൊണ്ട് കടക്കൽ ദേവിയുടെ ഒരു പെരുമ ഒന്നുകൂടെ കൂടിയോ? വിവാദങ്ങൾ ഉണ്ടായതല്ലേ ഉള്ളൂ. അപ്പൊ ഉത്സവ കമ്മിറ്റിക്കാർ ആലോചിക്കേണ്ടത്, അപ്പൊ പണ്ട് KPSC നാടകം നടത്തിയിട്ടുണ്ട്. KPSC നടത്തിയ നാടകത്തിന്റെ കാലഘട്ടം അല്ല ഇപ്പോഴത്തെ കാലഘട്ടം വ്യത്യാസമുണ്ട്. കാലഘട്ടം പ്രധാനമാണല്ലോ. അന്നത്തെ അനീതി കാലഘട്ടമല്ല ഇന്നത്തെ അനീതി, അന്നത്തെ സാമൂഹ്യാവസ്ഥയല്ല ഇന്നത്തെ സാമൂഹ്യാവസ്ഥ, വ്യത്യാസമുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ അമ്പലങ്ങളായി വിടുക, സ്വതന്ത്രമായി വിടുക ക്ഷേത്രങ്ങളെ. അവിടെ പൂജയും ആചാരങ്ങളും അവിടെ പോകുന്ന ഭക്തന്മാർക്ക് മാത്രമുള്ളതാണ്. നാട്ടുകാരൊന്നും അവിടെ പോയി ഒരു ബഹളം ഉണ്ടാക്കരുത്. അത് ഭക്തന്മാർക്കുള്ളതാണ്. അവിടെ പോകുന്ന ആളുകൾ സമാധാനമായി പോയി അവരുടെ സമാധാന അന്തരീക്ഷത്തിൽ ആരാധന നടത്താനും പൂജ നടത്താനും അവർക്ക് ഒരുപാട് സമയം അവിടെ ചെലവഴിക്കാനും ഒക്കെയാണ്. അവിടെ സംഘർഷം ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക. ഉത്സവമുണ്ടോ? തല്ലുണ്ട്. മദ്യവെച്ച് കുറെ ചെറുപ്പക്കാർ ഇങ്ങോട്ട് വരിക, സ്ത്രീകളുടെ ഇടയിലൂടെ നടക്കുക, അവരെ ഉപദ്രവിക്കുക, തല്ലുണ്ടാക്കുക, കുടുംബത്തല്ല് തീർക്കാനുള്ള വീട്ടുകാർ തമ്മിലുള്ള കുടുംബങ്ങൾ അച്ചമ്പി അളിയനും ഒക്കെ തമ്മിലുള്ള തല്ല് തീർക്കാനുള്ള ഇടമാക്കി അമ്പലപ്പറമ്പുകളെ മാറ്റുക. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് ഭക്തിയുടെ മാർഗമാണ്. ഭക്തിയിൽ വിശ്വസിക്കാത്തവർ, അമ്പലത്തിൽ പോയി തൊഴാത്തവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. നിങ്ങൾ എന്തിനാണ് അമ്പല കമ്മിറ്റി ഇരുന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? അത് വിശ്വാസികൾ നടത്തട്ടെ, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോട്ടെ. അവർക്ക് ഭക്തിപരമായ കാര്യങ്ങൾ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഗാനങ്ങളും പരിപാടികളും ഒക്കെ അവരവിടെ നടത്തട്ടെ. അതിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവിടെ ആലോചിക്കട്ടെ. അതിനെയൊക്കെ നമ്മൾ എടുത്ത് വഷളാക്കി. ഇപ്പൊ കോടതിയിൽ കേസായി, ഗണഗീതത്തിനെതിരെ കോടതിയിൽ കേസാണ്, പുഷ്പന്റെ പാട്ടിനെതിരെ കേസാണ്. ഇനി കോടതി ഇതിനെല്ലാം ഉള്ളി കീറും പോലെ വലിച്ചു കീറും. എന്തിനാ ഇങ്ങനെ പോകുന്നത്? അപ്പൊ ഗൗരവമായി ആലോചിക്കുക. അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, ഇനി എല്ലാ വർഷവും ഉത്സവം വരും. അടുത്ത വർഷം വരാൻ പോവല്ലേ ഉത്സവം. അമ്പലങ്ങളിൽ, ഉത്സവങ്ങളിൽ, ഉത്സവ കമ്മിറ്റികളിൽ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി ആയാലും CPI ആയാലും കോൺഗ്രസ് ആയാലും രാഷ്ട്രീയ പാർട്ടികൾ അമ്പല കമ്മിറ്റികളിലേക്ക് ആളെ കൊടുക്കുമ്പോൾ ദയവായി വിശ്വാസികളെ കൊടുക്കുക. അല്ല മറ്റ് കമ്മിറ്റികളിലേക്ക്, ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ പിന്നെ മണ്ഡലം കമ്മിറ്റിയോ മറ്റ് കമ്മിറ്റികളിലേക്ക് ആളെ കൊടുക്കുന്നത് പോലെയുള്ള ആളുകളെ കൊടുക്കാതിരിക്കുക. പാർട്ടി മെമ്പർമാർ വിശ്വാസികളല്ലെങ്കിൽ, യുക്തിവാദികളാണെങ്കിൽ ബാക്കിയുള്ളവരെ കൊടുക്കുക. അനുഭാവികളായിട്ട് ഒരുപാട് വിശ്വാസികളുണ്ടല്ലോ.
അങ്ങനെയുള്ളവരെ കൊടുത്തേ നിർബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറിക്കൊടുക്കുക. ഭക്തിയുള്ളവരെ നടത്തട്ടെ. എന്തായാലും അമ്പലത്തിൽ നടത്തേണ്ടത് അമ്പലത്തിനോട് താല്പര്യമുള്ള ആളുകളാണ്, ഭക്തിയോട് താല്പര്യമുള്ള ആളുകളാണ്. ആ നിലയിൽ ഇവിടെ ഒരു വിവാദവുമില്ലാതെ വേണം ഉത്സവം നടക്കാൻ. അത് അവിടെ വരുന്ന അമ്മമാർ, സഹോദരങ്ങൾ, അവിടെ വരുന്ന കുട്ടികൾ, മുതിർന്നവർ, അവർക്കൊന്നും ഒരു വിവാദത്തിനും ഒരു താല്പര്യമില്ല. അവരെല്ലാം സങ്കടപ്പെട്ട് വേദനയോടുകൂടി വീട്ടിൽ പോകും. വീട്ടിൽ പോയിരുന്ന് കരയും, അല്ലെങ്കിൽ വിഷമിക്കും. എന്താ ഇങ്ങനെ നമ്മുടെ അമ്പലത്തിൽ സംഭവിച്ചത്? നൂറ്റാണ്ടുകളായി വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ എണ്ണയില്ല, നാരങ്ങ വിളക്ക് കൊളുത്താൻ നാരങ്ങയില്ല, പല പരാതികളുമാണ് വരുന്നത്. ആവശ്യത്തിന് വസ്തുക്കൾ കിട്ടുന്നില്ല, ഉത്സവ കമ്മിറ്റിക്കാർ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ദേവസ്വം ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ നോക്കുക. അമ്പലത്തിന്റെ വരുന്ന ഭക്തരുടെ ക്ഷേമവും അവിടെ നടക്കുന്ന അന്നദാനവും അവിടുത്തെ ആളുകൾക്ക് പൂജ ചെയ്യാനുള്ള പൂജാതി സാധനങ്ങൾ അവിടെ എത്തിക്കാനും അത്തരം കാര്യങ്ങളിലേക്ക് നോക്കുക. കലാപരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ അമ്പല കമ്മിറ്റിയാണ് ഉത്സവ കമ്മിറ്റിയാണ് നോക്കുന്നതെങ്കിൽ അത് ഒരു സമവായത്തിലൂടെയുള്ള പരിപാടികൾ മാത്രം ആലോചിക്കുക. ബാക്കിയൊക്കെ ആളുകൾ കേൾക്കാൻ ഇവിടെ യൂട്യൂബ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, സിനിമയുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. ആളുകൾ കേട്ടോട്ടെ. ആർക്ക് വേണം പുഷ്പന്റെ ഗാനം കേൾക്കാം, ആർക്ക് വേണം മറ്റു ഗീതം കേൾക്കാം, എല്ലാത്തിനും സൗകര്യമുണ്ട് ഇവിടെ. അതെല്ലാം ഉത്സവപ്പറമ്പിൽ കൊണ്ടുവന്ന് വിവാദങ്ങളാക്കേണ്ട. ഉത്സവപ്പറമ്പും ആചാരങ്ങളുടെയും ഭക്തിയുടെയും അത് വിശ്വാസത്തിന്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഇടമാണ്. അതിനെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക.